ഗുഡ് മോർണിംഗ് ഓൾ. നോ LIC പ്ലാൻ സീരീസിലെ 29ാമത്തെ വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. ടോട്ടൽ 34 പ്ലാനുകൾ നമുക്ക് LICയിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ സാധിക്കും. മുൻപ് ചെയ്ത 28 പ്ലാനുകളുടെ വീഡിയോസും എൻ്റെ ചാനലിലെ ഷോർട്ട് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് LICയുടെ ഒരു യൂലിപ്പ് സിംഗിൾ പ്രീമിയം പോളിസി ആയിട്ടുള്ള നിവേഷ് പ്ലസ് എന്ന പ്ലാനിനെ കുറിച്ചാണ് നോക്കുന്നത്. അതിനു മുമ്പ് LICയെക്കുറിച്ച് 2 വാക്ക്. നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് ആയിട്ടുള്ള റിട്ടയർമെൻറ്റ്, പെൻഷൻ, ചൈൽഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ് ഓർ പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ്, ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തന്നെ ആയിരിക്കണം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. LIC മാത്രമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി. ഇന്ത്യൻ റുപ്പി എത്ര മാത്രം മൂല്യവത്താണോ അത്ര മൂല്യവത്താണ് LICയുടെ ബോണ്ടും. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി തരുന്ന ഏക ഇൻസ്ട്രുമെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബോണ്ടാണ്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് എടുക്കുമ്പോൾ. നിവേഷ് പ്ലസ് പ്ലാൻ ഒരു യൂലിപ്പ് പ്ലാനാണ്. യൂണിറ്റ് ലിങ്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നതാണ്. ഒറ്റത്തവണ അടച്ചാൽ മതി. അത് നമുക്ക് 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം, 25 കൊല്ലം വരെയൊക്കെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വിഡ്രോ ചെയ്യാം. അല്ലാതെ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ പാർഷ്യൽ വിഡ്രോ ചെയ്യാം. 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് സറണ്ടർ ചെയ്യാം. അതായത് ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി കൂടുതൽ ഇതുള്ളതാണ്. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് യൂലിപ്പ് പ്ലാൻസ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ 1-2 ബെനിഫിറ്റ്സ് വെച്ചാൽ ഇതിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. 10 ടൈംസ് ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സ്വിച്ച് ബെനിഫിറ്റ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗ്രോത്ത് വന്നു, നമുക്കൊരു 20-30% ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എക്സിറ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പുറത്തിറങ്ങി സറണ്ടർ ചെയ്ത് ക്യാഷ് മേടിച്ചിട്ട് വേണം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇവിടെ സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ഗ്രോത്ത് ഫണ്ട്, ബാലൻസ്ഡ് ഫണ്ട്, ബോണ്ട് ഫണ്ട്, സെക്യൂർ ഫണ്ട്, അങ്ങനെ 4 ഫണ്ട്സ് ഉണ്ട് LIC ഈ പ്ലാനിൽ. അപ്പോൾ നമുക്ക് ഒരു ഗ്രോത്ത് കിട്ടി, 20% ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഫണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെക്യൂർ ഫണ്ടിലേക്കോ ബോണ്ട് ഫണ്ടിലേക്ക് മാറാം. പിന്നെ വീണ്ടും മാർക്കറ്റിൻ്റെ താഴെ ഇടിവ് വരുമ്പോൾ വീണ്ടും നമുക്ക് പ്ലാനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നന്നായി ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. നമ്മുടെ ഗ്രോത്ത്, അതായത് മാർക്കറ്റിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം നമുക്ക് 20% ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ചെയ്യാം. വീണ്ടും മാർക്കറ്റ് താഴത്ത് വരുമ്പോൾ വീണ്ടും ഇപ്പോൾ അങ്ങനെ ചെയ്ത് നല്ല ഒരു 20% വെച്ച് റിട്ടേൺ മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. യൂലിപ്പിൻ്റെ പ്രാധാന്യം അതാണ്. ഈ പ്ലാൻ ഷോർട്ട്സ് ആണ്, അതുകൊണ്ട് ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഇനി സംസാരിക്കുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് നിവേഷ് പ്ലസ് പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.